ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നിങ്ങൾക്കറിയാവോ, അരുണും വരുണും ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. ഇന്ന് വരുണാണെങ്കിൽ വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പോയിരിക്കുന്നു. അരുണാണെങ്കിലോ നാട്ടിൽ തന്നെ ചെറിയ ചില ജോലികളുമായിട്ട് കഴിഞ്ഞുകൂടുന്നു. അരുണിന്റെ ഫാദർ ബിസിനസ്മാൻ ആയിരുന്നു. എന്നാൽ വരുണിന്റെ ഫാദർ കോൺട്രാക്ട് വർക്കറുമായിരുന്നു ആ സമയത്ത്. പക്ഷേ ആ കോൺട്രാക്ട് വർക്കർ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നത് കൊണ്ട് അന്ന് എന്നോടൊപ്പം ഒരു കൺസൾട്ടേഷൻ എടുക്കുകയും അദ്ദേഹം ഒരു പ്ലാനിങ് നടത്തുകയും ചെയ്തു. ചൈൽഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് നടത്തുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ വരുണിന് വിദേശത്ത് പോയി പഠിക്കാനുള്ള എമൗണ്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ അരുണിന്റെ ഫാദർ ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, എനിക്ക് വരുമാനമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാനൊന്നും റെഡിയാക്കിയിരുന്നില്ല. പക്ഷേ കാലം പോകെ അദ്ദേഹത്തിന്റെ ബിസിനസ് ഡൗൺ ആവുകയും ബിസിനസ്സിൽ വളരെ ഡൗൺ ആയി പോയതുകൊണ്ട് തന്നെ ഒരു മെച്ചവുമില്ലാതെ ആയും ഇന്ന് ആ ബിസിനസ് എല്ലാം അടച്ചുപൂട്ടി അദ്ദേഹം ചെറിയ ഒരു തൊഴിലുമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പോയത് കൊണ്ടും അദ്ദേഹത്തിന് ഇന്ന് ഏണിങ്സ് എല്ലാം നഷ്ടപ്പെട്ടത് കൊണ്ടും അദ്ദേഹത്തിന്റെ മകന്റെ ഒരു വിദ്യാഭ്യാസം അരുൺ ആഗ്രഹിച്ച പോലെ വിദേശത്ത് പോയി ഒന്നും പഠിക്കാൻ സാധിക്കാതെയും പോയി. ഇതേ അവസ്ഥ നമ്മുടെ നാട്ടിൽ പലർക്കും ഉണ്ട്. കാരണം ഒരു ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് ചൈൽഡ് ജനിക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്താൽ അത്രയും നല്ല ഒരു എമൗണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ പല ആളുകളും വിചാരിക്കും കുട്ടി വലുതാവട്ടെ, അല്ലെങ്കിൽ പഠനത്തിന്റെ സമയമാവട്ടെ എന്ന്. ആ സമയത്തല്ല നമ്മൾ ഒരു പ്ലാനിങ്ങും നടത്തേണ്ടത്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ നേരത്തെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതാണ്. നമുക്കറിയില്ലേ, പല തുള്ളി പെരുവെള്ളം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ സേവിങ്സിലൂടെയാണ് നമുക്ക് വലിയ ഒരു എമൗണ്ട് സ്വരൂപിക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ലോങ് ടൈം ആയിട്ടുള്ള സേവിങ്സിലൂടെയാണ് നമുക്ക് ഹൈ എമൗണ്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും നേരത്തെ അത്രയും നല്ല ഒരു എമൗണ്ട് നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കും. അപ്പൊ ഇപ്പോൾ ഇവര് ചെയ്ത അതേ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. ഇനിയുള്ളവരെങ്കിലും ഈ ഒരു മിസ്റ്റേക്കിൽ നിന്ന്, മറ്റുള്ളവരുടെ തെറ്റിൽ നിന്ന് നമ്മളും പാഠം പഠിക്കണം. കാരണം ഇന്ന് നമുക്ക് ചിലപ്പോൾ നല്ല ഇൻകം ഉണ്ടാകും, അതുകൊണ്ട് വേറെ ഒന്നും പ്ലാനിങ് വേണ്ട എന്ന് കരുതിയിരിക്കുന്നവര് നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ആ സമയത്ത് ഒരു ഏണിങ്സും ഇല്ലാതെ നമ്മുടെ ഇൻകം എല്ലാം നഷ്ടപ്പെട്ട് അസറ്റ് എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മളുടെ ഫാമിലിയുടെയും പല ഡ്രീംസും നമ്മൾക്ക് വേണ്ട എന്ന് വെക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ എല്ലാം പ്ലാൻ ചെയ്യുക. അതും കൃത്യമായ ഒരു ഗൈഡൻസോട് കൂടി തന്നെ പ്ലാൻ ചെയ്യുക. ഇതുവരെയും ആരും നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമോ റിട്ടയർമെന്റ് ലൈഫോ ഒന്നും പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് വളരെ വൈകി പോയിരിക്കുന്നു. നിങ്ങൾ ഇന്ന് തന്നെയെങ്കിലും അതിന് സ്റ്റാർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോയുമായി വരും. ടേക്ക് കെയർ. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഫിനാൻഷ്യൽ ഗൈഡൻസോ സജഷനോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ.